ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കറിയാം ഈ കോള് വരുമെന്ന്. ഇപ്പൊ അവന്തിക മേഡത്തിന് നല്ല ബുദ്ധി തോന്നി കാണും. ഹലോ മേഡം. ഹലോ രാജീവ് സാറേ. രാജീവ് സാറോ? നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? എന്തെങ്കിലും പണി കിട്ടി കാണും. ഹലോ മേഡം, കേൾക്കുന്നുണ്ടോ? കേൾക്കാതിരിക്കാൻ എന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോ എവിടെയാ? പുലി പിന്നെയും വെളിയിൽ ചാടി. ഇവർക്ക് ഇത്രയും അഹങ്കാരം കൂടുതലാണ്. ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മേഡം, പറഞ്ഞോളൂ. എന്താ മേഡത്തിന് ടെൻഷൻ? എന്തുപറ്റി? എടോ, ഒരു പ്രശ്നമുണ്ട്. ആ തോക്ക് ഇപ്പോ ഇവിടെ കാണുന്നില്ല. കാണാനില്ലെന്നോ? പിന്നെ തോക്കവിടെ പോയി? മേഡം അത് എവിടെ വെച്ചിരുന്നു? ഞാൻ ആ തോക്ക് എന്റെ മേശയില് സുരക്ഷിതമായിട്ട് വെച്ചിരുന്നതാ. മേഡം എന്താ ഈ പറയുന്നത്? ആ വീട്ടിലെ മേഡത്തിന്റെ മുറി കയറി തോക്കെടുത്തോണ്ട് പോയി ആർക്കാ ധൈര്യമുള്ളത്? ഇനി അവിടുത്തെ ജോലിക്കാരെങ്കിലും ആയിരിക്കോ തോക്കെടുത്തത്? എനിക്കറിയില്ല. ജോലിക്കാരെയൊക്കെ ഞാൻ ചോദ്യം ചെയ്തു, അവരാരും എടുത്തിട്ടില്ല. അവർക്കൊന്നും എന്നോട് ചോദിക്കാതെ എന്റെ മുറി കയറാനുള്ള ധൈര്യം പോലും ഇല്ല. മേഡം, അവിടെയെല്ലാം ഒന്നുകൂടി ഒന്ന് തിരഞ്ഞു നോക്ക്. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും മേഡം തന്നെ അത് മാറ്റി വെച്ചിട്ട് മറന്നുപോയതാണെങ്കിലോ? അങ്ങനെ ഞാൻ അത് എങ്ങോട്ടും മാറ്റി വെച്ചിട്ടില്ല. ഈ വീട്ടില് ഇനി നോക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. മിക്കവാറും ഇത് വല്ല മോഷണ ശ്രമമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തോക്കിപ്പോ ആ വീടിന്റെ പുറത്തു പോയി കാണും. ആ തോക്ക് ഏതെങ്കിലും ക്രിമിനൽസിന്റെ കൈ ചെന്നപ്പെട്ട അത് ഇതിനേക്കാളും വലിയ അപകടമാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? താൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞതാ. ഇതിനെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ തോക്ക് ആരുടെ കയ്യിലാണെന്ന് അറിയണം. എന്നിട്ട് അത് തിരിച്ചെടുക്കണം. ഏതെങ്കിലും ക്രിമിനൽ അതെടുത്ത് വല്ലവന്റെ നെഞ്ചത്തിട്ടങ്ങ് പൊട്ടിച്ചാ ഒടുവിൽ അന്വേഷണം വരുമ്പോ മേഡം പ്രതിയാവും. അടിപൊളി. ഇനി മേഡത്തിന്റെ നെഞ്ചിലെത്തി ഒന്ന് ആളിക്കത്തട്ടെ. ഇവിടെയുള്ളവരല്ലെങ്കിൽ പിന്നെ എന്റെ മുറി കയറി ആ തോക്കെടുക്കാൻ ധൈര്യം കാണിച്ചത് ആരാ?